വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരസ്യമായി തന്നെ UDF സ്വീകരിച്ചു. ഇത് UDF പറയുന്നത് 2019 മുതൽ തന്നെ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണക്കുന്നുണ്ടെന്നാണ്. ഇത് ശരിക്കും UDFന് ഗുണം ചെയ്യുകയാണോ ചെയ്യുക, അതോ ദോഷമാണോ ചെയ്യുക? എനിക്കറിയില്ല. UDF ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ഷിബിലി ഇത് ഒരു താൽക്കാലികമായി UDFന് ചിലപ്പോൾ ഗുണം ചെയ്യും, 2000-3000 വോട്ട് കിട്ടുമെന്നാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന UDFനെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് ഈ പണി കാണിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം പാലക്കാട് SDPയുടെ പിന്തുണ ഇതുപോലെ തന്നെ സ്വീകരിച്ചു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ, അതായത് വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്, അവരുടെ പിന്തുണ ഇവർ സ്വീകരിക്കുകയാണ്. എന്തിനാണ് ഇവർ ഈ പണി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ മറ്റ് മതവിഭാഗങ്ങളുടെയും അതിനോട് താല്പര്യമുള്ളവരുടെയൊക്കെ വോട്ടുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഈവൻ മുസ്ലിം മതവിഭാഗത്തിന് പോലും വോട്ടുകൾ കുറേ നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ എന്തിനാണ് ഇവർ ഈ പണി കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് താൽക്കാലികമായ നേട്ടമുണ്ടാകുമെന്നാണ് UDF വിചാരിക്കുന്നതെങ്കിൽ താൽക്കാലികമായ നേട്ടം പോലും ഉണ്ടാവില്ല. ലോങ് ടേമിലേക്ക് ഇത് കോൺഗ്രസിന് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, അതെന്താണ് സാർ അങ്ങനെ പറയാനുള്ള കാരണം? ലോങ് ടേമിലേക്ക്, കാരണം ഇതിനു മുൻപേ LDF ഉൾപ്പെടെയുള്ളവർ ഇവരുടെ പിന്തുണ സ്വീകരിച്ചതാണ്. അതാണ് ചോദ്യം. ഷിബിലി ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ്. LDF ഉൾപ്പെടെയുള്ളവർ ഈ പിന്തുണ സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ചില ലോക്കൽ ബോഡികളിൽ, ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ, അതൊക്കെ ഈ തവണയല്ല, അതിന് മുമ്പത്തെ തവണ ഇവരുടെ ഒരു മെമ്പർ, വെൽഫെയർ പാർട്ടിയുടെ ഒരു മെമ്പർ ഇടതുപക്ഷത്തെ പിന്തുണച്ചു എന്ന് പറയുന്ന പല കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ വലിയ തോതിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട്. ഇപ്പോൾ ഇവിടെ ഇത് പ്രത്യേകിച്ചും ഇത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. പ്രിയങ്ക ഗാന്ധിയുടെ, അതായത് കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ മണ്ഡലമാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു മുമ്പ് വരെ. ആ മണ്ഡലത്തിൽപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണല്ലോ ഈ പറയുന്ന 7 നിയോജക മണ്ഡലങ്ങളിൽ ഒരെണ്ണമാണല്ലോ നിലമ്പൂര്. ആ നിലമ്പൂര് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദം മുന്നോട്ട് വെൽക്കുന്ന, ലോകമെമ്പാടും തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭരണത്തിലായിരിക്കണമെന്ന് വിചാരിക്കുന്ന, യഥാർത്ഥത്തിൽ കുറെ കാലം അവർ വോട്ട് പോലും ചെയ്യില്ലായിരുന്നു. കാരണം എന്താ? ദൈവത്തിന്റെ രാജ്യത്തിലല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഡെമോക്രസിയെ പോലും അംഗീകരിക്കാതിരുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ വോട്ട് കൂടി മേടിച്ച് ഇവിടെ ഒരു സഖ്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അത് വലിയ ഡാമേജ് ഉണ്ടാക്കും. CPM-നെ പോലെയല്ല. ഞാൻ CPM-ലേക്ക് വരാം. അതിനു മുമ്പ് കോൺഗ്രസിന് ഇത് ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്ന അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള തീവ്ര ന്യൂനപക്ഷ വർഗീയതകളുമായി UDF-ഉം അതുപോലെ കോൺഗ്രസും ഒക്കെ തന്നെ കൂട്ടുചേരുന്നു എന്ന് പറയുന്ന വലിയ പ്രചാരണത്തിന് ഇത് തുടക്കമിടും. ഷിബിലി ഓർക്കുണ്ടാവും, മറ്റേ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നോർത്ത് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചത്, അതായത് ഇന്ത്യ ടുഡേയും അതുപോലെ തന്നെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയും ഇതുപോലെയുള്ള അടക്കമുള്ള നിരവധി ആളുകൾ പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ BJP പ്രചരിപ്പിക്കാൻ ഈ ചാനലുകളിലൂടെ ശ്രമിച്ചത് ഒരൊറ്റ കാര്യമാണ്. എന്താണ് അത്? പാകിസ്ഥാന്റെ പതാക എന്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്, അവരുടെ സഹായം മേടിക്കാൻ പോവുകയാണെന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആ പ്രചരണത്തെ പോലും തടുക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ല. കോൺഗ്രസ് അടുത്ത തവണ തീരുമാനിച്ചത് എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കോൺഗ്രസ് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ പിന്നീട് ഈ കൊടിയും കൊണ്ട് വരണ്ട എന്നാണ് മുസ്ലിം ലീഗിനോട് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ അങ്ങനെ ആരോപണങ്ങളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കാത്തൊരു പാർട്ടിയാണ് ആ പാർട്ടി. അതായത് 1992-ലും ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീഴുന്ന ബാബറി മസ്ജിദ് തകർത്തിട്ടുള്ള ഘട്ടത്തിലും അതിന് തൊട്ടു മുമ്പ് മറ്റൊരു ഘട്ടത്തിലും 2 തവണ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പാർട്ടിയാണല്ലോ വെൽഫെയർ പാർട്ടി, പാർട്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിരോധിക്കപ്പെട്ടത് മുഴുവൻ രണ്ടും കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്താണ്. നിങ്ങൾ ആലോചിക്കണം, ആ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് 2 തവണ നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് ഇവിടെ കൂടിച്ചേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം അസംബന്ധമാണ്. അത് കോൺഗ്രസിനെ തിരിച്ചടിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇത് താൽക്കാലികമായി പോലും ഇവർക്ക് നേട്ടമുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവർ കാണിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു, ഈ തീരുമാനമെടുത്ത ആരാണെങ്കിലും. ഇനി തോന്നുന്നു CPM-ന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. CPM-മായി ഇവർ പലതവണ പിന്തുണച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പിണറായി വിജയനുമായിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും CPM-ന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? CPM കാലാകാലങ്ങളായി ഇവരോടുള്ള നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതായത് മതരാഷ്ട്രവാദികൾ തന്നെയാണ് ഇവരെന്നും ഇവരോട് സംവാദം പോലും സാധ്യമല്ലെന്ന് പറഞ്ഞ് P. ജയരാജൻ ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് വീഡിയോ ഇപ്പോഴും ഉണ്ട്.
അതായത് നമ്മുടെ മീഡിയ വണ്ണിന്റെ ദാവൂദ് സാഹിബ്, മീഡിയ വണ്ണിന്റെ മാധ്യമത്തിന്റെ നടത്തിപ്പുകാർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു ചടങ്ങിൽ ഒരു ഡിബേറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംവാദമാണെങ്കിൽ ഇത്തരക്കാരുമായി ഒരു സംവാദം പോലും സാധ്യമല്ലെന്ന് പറഞ്ഞ് പി ജയരാജൻ ഇറങ്ങിപ്പോരുന്നുണ്ട്. ഇനി ഇവർ മതരാഷ്ട്രവാദികൾ തന്നെയാണെന്നാണ് CPM-ന്റെ എല്ലാ കാലത്തെയും നിലപാട്. ഞാൻ പറയുന്നത് ഇനി ഇതൊന്നും പോട്ടെ, CPM ഇങ്ങനെ ഇവരുമായിട്ടൊരു യോജിപ്പുണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ. ഷിബിലി അറിയേണ്ടത് CPM-ന്റെ അതിനകത്ത് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്താ നഷ്ടപ്പെടാനുള്ളത്? CPM-ന് നഷ്ടപ്പെടാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണ്? കേരളത്തിൽ ഭരണം കിട്ടുക, അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇവരെക്കുറിച്ച് എന്തെങ്കിലും പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കേരളത്തിലെ സിറ്റുവേഷൻ എന്താണ്? കേരളത്തിലെ സിറ്റുവേഷൻ 3.5 കോടി ജനങ്ങളിൽ 95 കോടി മുസ്ലിംസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ മുസ്ലിം ജനവിഭാഗം മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല, ഇവർക്ക് 1% പോലും വോട്ടില്ല വെൽഫെയർ പാർട്ടിക്കൊന്നും. പക്ഷേ അവരിൽ ഒരു വലിയ ആശയപരമായ സ്വാധീനം ചെലുത്താൻ മാധ്യമത്തിനും അതുപോലെ മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമത്തിനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടി സപ്പോർട്ട് ശരിക്കും CPM-ന് കിട്ടും. പക്ഷേ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല. ഇനി ഷിബിലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ആത്മഹത്യാപരമായ ഒരു നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഞാനിത് SDP-യുമായി കൂട്ടിച്ചേർന്ന് പാലക്കാട് മത്സരിച്ചപ്പോഴും പറഞ്ഞതാണ്, അവരുടെ പിന്തുണ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം SDP-യുടെ പിന്തുണ ഇല്ലെങ്കിലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സുന്ദരമായി ജയിക്കുമായിരുന്നു. ഇനി ജയിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? SDP-ക്കാർ CPM-ന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിങ്ങളത് ആലോചിച്ച് നോക്കണം. അപ്പോൾ എത്ര അപകടകരമായ സിറ്റുവേഷൻ ആണ്. ഇനി ഇവിടെ ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി മത്സരിച്ച മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാകുന്നു പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ഇത് വലിയ തോതിൽ പ്രചാരണ ആയുധമാക്കാനായിട്ട് BJP-ക്ക് കഴിയും. അതിനെ തടഞ്ഞു നിർത്താൻ ഒരു കാരണവശാലും ഈ പറയുന്ന കോൺഗ്രസിന് കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ CPM ഇത് ഇന്നും ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? CPM കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇത് പറഞ്ഞു, ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ വോട്ട് മേടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, റിപ്പോർട്ടർ TV-യുടെ പരിപാടിയിൽ സുജയ പാർവതിയും സ്മൃതി വരുത്തിക്കാടും അരുണുമൊക്കെ ഇരുന്ന് ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട്, SDP-യുടെ വോട്ട് വേണോ വേണ്ടേ? ഇല്ല, ഞങ്ങൾക്ക് ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. വീണ്ടും ചോദിക്കുന്നു, SDP-യുടെ വോട്ട് വേണോ വേണ്ടേ? ഞങ്ങൾ ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട. അപ്പോഴും SDP-യുടെ വോട്ട് വേണമെന്നോ ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ വേണ്ടണം എന്നാണ് പറയുന്നത്. വോട്ട് വേണം താനും ഇവരെന്ത് ചെയ്യാം, ഏത് സമയത്തും തള്ളിക്കളയാം. ഇത്തരത്തിലുള്ള ഇപ്പൊ കമൽനാഥ് എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതായത് മധ്യപ്രദേശിലെ നേതാവാണ്. ഈ മധ്യപ്രദേശിലെ നേതാവാണ് വെള്ളി ഇഷ്ടികകൾ അയോധ്യക്ക് കൊടുത്തയച്ചത്. ഇനി UP-യിലെ PCC ഒന്നടങ്കം ഈ അയോധ്യ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും അതിനുശേഷം പോയി അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ പൂജകൾ നടത്തുകയും ചെയ്തു. അപ്പം ഇത്തരത്തിൽ ഈ മതേതരത്വത്തോട് വെള്ളം ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടിയാവും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ BJP-ക്ക് ബദലായി വലിയ പല 916 നമ്മുടെ 916 പത്തര മാറ്റോടുകൂടി 916 പോരാ 999 പത്തര മാറ്റോടുകൂടി മതേതരത്വത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് സംസ്ഥാന തലങ്ങളിൽ ഇത്തരത്തിലുള്ള പല പരിപാടികളും ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇതിൻ്റെ അപകടം എവിടെയെന്നറിയാമോ ഷിബിലി? ഇതിൻ്റെ അപകടം അടുത്ത 2029 സെൻസസ് പൂർത്തിയാവും. ആ സെൻസസ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ വരും, ഉറപ്പാണല്ലോ. കേരളത്തിൽ കുറയാനാണ് പോണത്. അതായത് കേരളത്തിൽ 20 എന്നുള്ളത് 19 കുറയും. ഷിബിലി അറിയേണ്ടത് 80 ലോക്സഭകളുള്ള ഉത്തർപ്രദേശിൽ എത്രണ്ണമാകുമെന്ന് അറിയാമോ? ഇപ്പോഴത്തെ കണക്ക് പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്നത് 140 കൂടുമെന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 10 സീറ്റ് അല്ലെങ്കിൽ 5 സീറ്റ് കിട്ടുമ്പോൾ അവിടെ 50 സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടാൻ ഈ പ്രചരണം കാരണമാകും. അതുകൊണ്ട് ഇത് വെറും മണ്ടത്തരമാണ്. ശരിക്കും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ വിളിച്ച് പറയേണ്ടതാണ്, ഇവിടെ തോക്കണമെങ്കിൽ തോറ്റോട്ടെ, ഒരു കുഴപ്പമില്ല, SDP-യുടെ പിന്തുണ നിങ്ങൾ എടുക്കരുത് എന്ന് പറയേണ്ടതാണ്. ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയേണ്ടതാണ്. സാർ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ആർജവത്തോടുകൂടി തന്നെ എല്ലാ നേതാക്കളും പറഞ്ഞു 2019 മുതൽ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ ഇത് സഹായം സ്വീകരിക്കുന്നുള്ളത്? അപ്പോൾ അവരും ഇതിനെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ടുണ്ടാവില്ല? അവരുടെ ഇവർക്ക് ആശയമൊന്നുമില്ല. ഇവരുടെ രാഷ്ട്രീയം മുഴുവൻ ആമാശയ രാഷ്ട്രീയമാണ്, മനസ്സിലായി? ഇവർക്ക് ആശയമൊന്നുമില്ല. ഷിബിലി ചോദിക്കുന്ന പോലെ ഇവർ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി, ഇനി തൊട്ടപ്പുറത്ത് PDP-യുമായിട്ട് ചേരുന്നുണ്ടല്ലോ CPM. അപ്പം PDP-യെ കുറിച്ച് പക്ഷേ CPM-ന് പിന്നെയും പറഞ്ഞു നിൽക്കാം. അതെന്താണെന്നറിയാമോ? PDP-യുടെ അബ്ദുൾ നാസർ മദനി വന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ആളുകളെ യുവജനങ്ങളെയൊക്കെ ആ സമയത്ത് ഞാൻ എൻ്റെ പ്രസംഗങ്ങളിലൂടെ തെറ്റായ വഴിക്ക് നയിച്ചു, അതിലെനിക്ക് പശ്ചാത്താപമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയെ പിന്നെയും ഉൾക്കൊള്ളുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ
പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, PDPക്ക് വലിയ ശക്തിയൊന്നുമില്ല. അബ്ദുൽ നാസർ മദനിയും അവശാവസ്ഥയിലാണ്, അതുപോലെ PDPയും അവശാവസ്ഥയിലാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് CPM-നെ പറയാതിരിക്കാൻ വയ്യ. കാരണം CPM-ന്റെ മറ്റേ ഗോവിന്ദൻ ഭാഷക്ക് വന്ന് പറയുന്ന വാചകം കിട്ടിയ ചെട്ടിയായിരുന്നു. PDP എന്ന് പറയുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. പക്ഷേ PDP എന്നുള്ളതിന് പുള്ളി ഫുൾ ഫോം കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ട പാർട്ടി എന്നാണ്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 10 കൊല്ലത്തിലധികം ഒരു വിചാരണയും കൂടാതെ അദ്ദേഹം ജയിലിൽ കിടന്നതാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും CPM-ന് പറയാം. ഞാൻ പറയുന്നത് CPM ഏത് നിലപാടെടുത്താലും CPM-ന് അതിൽ നഷ്ടമൊന്നും വരാനില്ല. CPM ചെയ്യുന്നത് തെറ്റാണ്. തരാതരം പോലെ ഇതുപോലെയുള്ള പല പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ ഷിബിലി? പ്രശ്നം CPM-ലൂടെ കേരളത്തിൽ മാത്രമേ എന്തുള്ളൂ, ഭരണം ഉള്ളൂ. മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ ഇവിടെ ബാക്കി കോൺഗ്രസിന് അങ്ങനെ ഇല്ലാതെ. കോൺഗ്രസ് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ പറയും കോൺഗ്രസ് വളരെ ഇതായിട്ടുള്ള പാർട്ടിയാണ്, അതായത് ചെറിയ പാർട്ടിയാണ് എന്നുള്ള, കോൺഗ്രസിന് വലിയ സ്വാധീനമില്ലെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. ഇപ്പൊ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. ഇപ്പൊ ഹരിയാനയിൽ പോലും കോൺഗ്രസ് തോറ്റെങ്കിൽ പോലും കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ മറുപടികൾ പറയേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ സാറ് പറഞ്ഞു വരുന്നത് CPM-ഉം LDF-ഉം UDF-ഉം ഒരുപോലെ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അല്ല, LDF-ഉം UDF-ഉം ഒരുപോലെ തെറ്റ് ചെയ്താലും അതിന്റെ കുഴപ്പം മുഴുവൻ അനുഭവിക്കാൻ പോകുന്നത് UDF ആണ്, പ്രത്യേകിച്ചും കോൺഗ്രസ് ആണ് എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലുമല്ല പ്രശ്നം. ഇപ്പൊ CPM-ഓ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഇതുപോലെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തെ ഇന്നലെ PD സതീശൻ ചെയ്തത് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതായത് അവരൊരുപാട് മാറിയിരിക്കുന്നു, അവർ കുറച്ചുകൂടി നല്ല ആളുകളായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ഈ പറയുന്ന താലിബാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പഴയ താലിബാനല്ല, പുതിയ താലിബാനാണ്, മാറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൗദൂദി ചാനലായിട്ടുള്ള ഈ പറയുന്ന മീഡിയ വൺ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് ഇന്നലെ PD സതീശൻ പറഞ്ഞത്. പിന്നെ സിവിലെടുത്തിയായിട്ട് ചോദ്യം ചോദിക്കുന്നു, PD സതീശന് LDF അപ്പുറത്ത് ചേർന്നിട്ടുണ്ട്, അവരും ഇത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാം. പക്ഷെ ഒരു BJP-യുടെ പ്രതിനിധിയോട് എന്ത് പറയും? ഒരു രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷനായ ഒരാളോട് ഇതെങ്ങനെ കോൺഗ്രസ് ന്യായീകരിക്കും? ഇനി ഇതൊക്കെ പോട്ടെ, ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് 1941 അബു കലാം മൗദൂദി എന്ന് പറയുന്ന ഒരാളാണ് തുടങ്ങുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുകയും ഇപ്പോൾ ഈ പറയുന്ന ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് അധികാരത്തിൽ വരണമെന്ന് പറയുകയും അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇവർ സൈന്യത്തിലേക്ക് പോലും ഇവർ പോകില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ അവർ സൈന്യത്തിൽ പോകില്ല, അവർ ഗവൺമെൻറ് ജോലി എടുക്കില്ല, അവർ വോട്ട് പോലും ചെയ്യുന്നുണ്ടായില്ല. പിന്നെ ഇവർ കള്ളന്മാരായിട്ടുള്ള ആളുകളാണ്. ഇവർ യഥാർത്ഥത്തിൽ മറ്റേ PFI-നേക്കാളും SDP-നേക്കാളും അപകടകാരികളായിട്ടുള്ള ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർ യഥാർത്ഥത്തിൽ പതുക്കെ അവർക്ക് ശക്തി വരുന്നത് വരെ ഇവർ ഈ കള്ളമൊക്കെ പറഞ്ഞ് പിടിച്ചേക്കും. ഇപ്പം ഏറ്റവും ഒടുവിൽ അതിൻ്റെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ, ആ മുജീബ് റഹ്മാൻ പറയുന്നത് ഞങ്ങൾക്ക് മൗദൂദിയെ പോലെ ഒരു തള്ളിക്കളയാണ്, അതായത് ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെ തന്നെ തള്ളിക്കളയാണ്. പിന്നെ ഇത് ഇന്ത്യ മാത്രമുള്ള ഒരു സംഘടനയല്ല, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. ബംഗ്ലാദേശിൽ ഏതാണ്ട് ഇപ്പോൾ അവർ ഭരിക്കുന്നത് മറ്റേ പുള്ളി നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയ പുള്ളിയാണ് അവിടെ അഡ്വൈസർ എന്നൊക്കെ പോലും ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ അപകടം UDF-ലെ തന്നെ കക്ഷികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അല്ല സാർ, അവര് തന്നെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് അവര് മാറിയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർ മാറി എന്നുള്ളതല്ല, അവരിതുപോലെയുള്ള എന്ത് കള്ളവും പറയുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവരിതുപോലെയുള്ള എന്ത് കള്ളവും പറയും. അവരെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അവർ യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ ഈ പറയുന്ന ഞങ്ങൾ മറ്റേ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ ഈ പറയുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഉള്ള ഈ പറയുന്ന സൈന്യത്തിൽ നിങ്ങൾ സേവനം അനുഷ്ഠിക്കരുത് എന്ന് പറയുന്ന കാര്യമൊക്കെ ഇവർ മാറി എന്നാണോ വിചാരിക്കുന്നത്? ഇവർ യഥാർത്ഥത്തിൽ ഒട്ടും മാറിയിട്ടില്ല. പകരം ഇവർ വിചാരിക്കുന്ന ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, ഇപ്പം അവർക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ട് ശക്തി കിട്ടുന്നത് വരെ ഇതെല്ലാം ഈ പരിപാടികളെല്ലാം ഒളിപ്പിച്ച് വെക്കണമെന്നാണ്. അല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നും വിചാരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവരെ എന്ന് പറയുന്നത് ഒരു സ്ലോ പോയിസണിങ് ആയിട്ടുള്ള വലിയ തോതിൽ പ്രശ്നമുള്ള ഒരാളുകളാണ്. ഇപ്പൊ PFI-നേക്കാൾ എന്തുകൊണ്ടാണ് ഇവർ അപകടകാരികൾ എന്ന് പറയുന്നതെന്ന് അറിയും? PFI ഇപ്പൊ നമ്മളെ വന്ന് കുത്തിക്കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശത്രുവിനെ തിരിച്ചറിയാം, കുത്തിക്കൊല്ലുന്ന ആളെ തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ ഇനി നമ്മൾ മരിച്ചു പോയാലും ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വിഷം തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ തട്ടിപ്പോയാലും നമ്മുടെ കൂടെ കിടക്കുന്നവർക്ക് പോലും മനസ്സിലാവില്ല. പത്രം എന്ന് പറഞ്ഞ സിനിമയിലൊരു വാചകമുണ്ട്, ദ മോസ്റ്റ് ഇന്റിമിഡേറ്റിംഗ് എനിമി ഹൂം യു ആർ സ്ലീപ്പ് വിത്ത് എന്നാണ്.
നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങുന്ന ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള എനിമിയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയും. പാർട്ടിക്ക് ഒരു വെൽഫെയർ പാർട്ടി, മറ്റേ ഫെയർവെൽ പാർട്ടി, റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളൊക്കെ ഇടും. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റു പലതുമാണ്. സാർ, അപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ UDF-ലെ മറ്റു ഘടകകക്ഷികളുടെ നിലപാട് എന്തായിരിക്കും? എനിക്കറിയില്ല ഷിബിലി എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ കുറിച്ച് നേരത്തെ തന്നെ CPM ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മുസ്ലിം ലീഗിനകത്ത് കയറി കൂടി മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടിയെ കൂടി മോശമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ എന്താണെന്നറിയാമോ? ഈ മീഡിയ വൺ പോലെയുള്ള മാധ്യമം പോലെയുള്ള മാധ്യമങ്ങളാണ്. ഈ വെൽഫെയർ പാർട്ടിക്ക് വലിയ വോട്ടൊന്നുമില്ല, അവർക്ക് 1% പോലും കേരളത്തിൽ വോട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഈ മുസ്ലിം സമുദായത്തിനിടക്കോട്ട് വലിയ തോതിലുള്ള ആശയപ്രചരണം നടത്താൻ, സ്വാധീനിക്കാൻ ഈ പത്രങ്ങൾക്കൊക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകൾ ഇതിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുസ്ലിം ലീഗിനകത്തുള്ള സുന്നി വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഇതിൽ വലിയ എതിർപ്പാണ് ഉണ്ടാവുക. ഇനി ഇതൊക്കെ പോട്ടെ, PJ ജോസഫിന്റെ പാർട്ടി ഇതിൽ എങ്ങനെയാണിത് അവരുടെ മണ്ഡലങ്ങളിൽ ഇത് ന്യായീകരിക്കാൻ പോകുന്നത്? മൂവാറ്റുപുഴയിലോ അല്ലെങ്കിൽ തൊടുപുഴയിലോ ഇടുക്കിയിലോ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള കോട്ടയത്തൊക്കെ അവർ ഇതെങ്ങനെ ചെയ്യും? ഇനി ഇതൊക്കെ പോട്ടെ, കൊല്ലത്തുള്ള RSP ഇതിനെങ്ങനെ ന്യായീകരിക്കും? നമുക്കറിയില്ല അത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അങ്ങേയറ്റത്ത ഹിസ്റ്റോറിയൻ ബ്ലണ്ടറാണ് ഈ ചെയ്തേക്കുന്നത്. ലോങ് ടൈമിലേക്ക് വലിയ തോതിൽ കോൺഗ്രസിന് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതേ നിലപാട് ഞാൻ SDPIയുടെ കാര്യത്തിൽ പാലക്കാട് ഇവർ പിന്തുണ സ്വീകരിച്ചപ്പോഴും പറഞ്ഞതാണ്. ഇതിലൊരാവശ്യവുമില്ല. ഇതൊന്നുമില്ലാതെ തന്നെ സുഖസുന്ദരമായി ജയിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസ് കോൺഗ്രസിന് എല്ലായിടത്തും ഉണ്ട്. അതിനവർ യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ മതി. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു PV അൻവറിന്റെ കൂടെ നിർത്തുന്നത്. എളുപ്പത്തിൽ ജയിക്കാമായിരുന്നില്ലേ? PV അൻവറിന്റെ അവിടെയുള്ള വോട്ട് പോലും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഒരു സംശയമില്ല. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നതെന്ന് ഷിബിലിക്ക് അറിയാം. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നന്നാകണമെന്നോ അടുത്ത 50 കൊല്ലോ 100 കൊല്ലോ കോൺഗ്രസ് ഉണ്ടാക്കണമെന്നോ മതേതരത്വം രാജ്യത്ത് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെക്കാളൊക്കെ ഉപരി താൽക്കാലികമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി അടുത്ത 10, 15, 20 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം ജീവിക്കാൻ പോണ നമ്മളെ സംബന്ധിച്ചോളം ധനമന്ത്രിയാവുക, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുക, മുഖ്യമന്ത്രിയാവുക, MLA ആവുക എന്ന് പറയുന്ന താൽക്കാലിക ലക്ഷ്യങ്ങളെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് നിലമ്പൂരിൽ പോലും കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.